വയോജനങ്ങളുടെയും വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരുടെയും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി. വയോജനങ്ങൾക്കായി പ്രത്യേക പോലീസ് കൺട്രോൾ റൂം, ഹെൽപ്പ് ലൈൻ തുടങ്ങിയവ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ആഭ്യന്തര വകുപ്പിന്റെ വിഷൻ 2031 സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2031 ആകുമ്പോഴേക്കും കേരളത്തിൽ 50 ലക്ഷം വയോജനങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്തുണയില്ലാതെ ഒറ്റപ്പെട്ടവർ കഴിയുന്ന 40 ലക്ഷം വീടുകൾ ഉണ്ടാകും. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുക പ്രധാനമാണ്. അതിനായി പോലീസിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കും. ആപത്തുണ്ടായാൽ പോലീസിനെയും അടുത്ത ബന്ധുവിനെയും ബന്ധപ്പെടാനുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ, പ്രത്യേക പോലീസ് കൺട്രോൾ റൂം തുടങ്ങിയവ സജ്ജമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനായി പൈലറ്റ് പ്രോജക്റ്റായി സീറോ പേപ്പർ സ്റ്റേഷൻ ആരംഭിക്കും. എല്ലാ നിയമങ്ങളും കുറ്റകൃത്യ വിവരങ്ങളും ക്രിമിനൽ ഡാറ്റയും ഉൾപ്പെടുത്തി AI അധിഷ്ഠിത നോളജ് റെപ്പോസിറ്ററി നടപ്പാക്കും. പോലീസുകാരുടെ പരിശീലനത്തിനും അന്വേഷണത്തിനും മാർഗനിർദ്ദേശത്തിനും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കാവുന്ന സംവിധാനമാവും ഇത്. പൗരന്മാർക്കും സാധാരണ കുറ്റകൃത്യ വിഷയങ്ങളിൽ സഹായം നൽകുന്ന പതിപ്പുണ്ടാകും. ജനങ്ങൾക്ക് പോലീസിന് വിവരങ്ങൾ കൈമാറാൻ മൊബൈൽ ആപ്പ് തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, DGP ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.